കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കുറുവ സംഘം എന്ന് പറയുന്ന ഒരു കൊള്ള സംഘമായിരുന്നു, മോഷണ സംഘം. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഉറക്കം കെടുത്തിയ കുറുവ സംഘമാണ്. പക്ഷേ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു കുറുവ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ അതാണ് ചർച്ചയാകുന്നത്. അതായത് ഗവൺമെന്റിന്റെ എല്ലാ ഒത്താശയോടും കൂടി, ഗവൺമെന്റിന്റെ ശമ്പളത്തോടു കൂടി ഇവിടെ കുറെ ഒരു സംഘം കുറുവ സംഘങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. അത് KSEB ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന KSEB ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുറുവ സംഘം. നമ്മുടെ ആലപ്പുഴയിൽ വന്ന കുറുവ സംഘത്തിനെ പിടിക്കാൻ പറ്റും. നമ്മളൊന്നും അവരെ ഭയക്കണം, പേടിക്കണം എന്നതേ ഉള്ളൂ. അവർ നമ്മളെ കൊള്ളയടിക്കാൻ വരുന്നവരാണ്. നമ്മൾ കഴുത്തറുത്ത് നമ്മളെ പണം കൊള്ളയടിക്കാനും അതുപോലെ നമ്മുടെ സ്വർണവും അതോ കള്ളുപിടിക്കാൻ വരുന്ന ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽപ്പെട്ട ഒരു ക്രൂരന്മാരായ ഒരു വിഭാഗമാണ് ഈ കുറുവ സംഘം എന്ന് പറയുന്നത്. അതേകാലം ക്രൂരന്മാരാണ് ഈ KSEB എന്ന് പറയുന്ന സർക്കാർ കുറുവ സംഘം എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം KSEB ഒരു കുത്തകയാണ്. നമ്മുടെ നാട്ടിലെ വൈദ്യുതിക്ക് ഒരു കുത്തക. ഈ കുത്തക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഒരിക്കലും ചേരുന്നതല്ല, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് ഒരിക്കലും ചേരുന്നതല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കുത്തകയെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ പെടാപ്പാടും പെടുന്നതും അവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്യുകയും ചെയ്തു കൊടുക്കുന്നതും ഒരു ശരിയായ രീതിയല്ല. അതാ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, പത്രത്തിൽ ഒരു പ്രധാന വാർത്ത വന്നത്. ഏകദേശം 272.2 കോടി രൂപ KSEBക്ക് കിട്ടാനുള്ളത് സർക്കാർ എഴുതി തള്ളുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഈ കുറുവ സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് കിട്ടേണ്ട തുകയാണ്, അതായത് കറണ്ട് ഉപയോഗിച്ചതിന് ബില്ല് അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയതാണ്. അത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഏകദേശം 18ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ 272.2 കോടി രൂപ KSEBക്ക് കൊടുക്കാനുള്ളത്. അത് മൊത്തം ഇനി നിങ്ങൾ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞ് അത് എഴുതി തള്ളുകയാണ്. ഈ എഴുതി തള്ളുമ്പോൾ അതിനകത്ത് ന്യായം പറയുന്നുണ്ട്. അത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു വല്ലാത്ത പിന്തുണയാണ്, അതുകൊണ്ട് അത് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് വല്ലാതെ അപകടത്തിലാകുമെന്നൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ ന്യായങ്ങൾ പറയുമ്പോഴും ഇത് ജനങ്ങളുടെ മുകളിലാണ് അടിച്ചേൽപ്പിക്കുന്നത്, ജനങ്ങളെയാണ് ഇത് ഉപദ്രവിക്കുന്നത്. നമ്മൾ ഈ KSEB കറണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് മറ്റൊരിടത്തുനിന്ന് വാങ്ങിക്കാനും അനുവാദമില്ല. ഇപ്പോൾ സൂര്യന്റെ കറണ്ട് നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ പോലും, സൂര്യ ഊർജത്തെ നമ്മൾ വൈദ്യുതിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ പോലും അവർക്ക് സെസ് കൊടുക്കണം, അവർക്ക് മറ്റു ചില നികുതികൾ കൊടുക്കണം, KSEB കൊടുക്കണമെന്നാണ്. ഒരിക്കൽ കോടതി ചോദിച്ചു, എന്താ സൂര്യൻ നിങ്ങളുടെ വകയാണോ എന്ന് ഒരിക്കൽ KSEBയോട് ഇതിനെതിരെ ഹർജി പോയപ്പോൾ കോടതി ചോദിക്കുകയും ചെയ്തു, സൂര്യൻ നിങ്ങളുടെ വകയാണോ? സൂര്യൻ ലോകത്തിന്റെ വകയാണ്, എല്ലാ ഭൂമിയിലുള്ള സർവ്വ ചരാചരങ്ങളുടെ വകയാണ്. അപ്പോൾ അതിൽ നിന്നും ഊർജ്ജം എടുത്ത് നമ്മളൊരു വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ അതിന് എന്തിനാണ് KSEB സെസ് നടത്തുന്നത്? വലിയ കൊള്ളയല്ലേ? ഇതല്ലേ കുറുവ സംഘത്തിന്റെ കൊള്ള എന്നത് നമ്മൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കോടതി പോലും സൂര്യൻ നിങ്ങളുടെ വകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ ഒരു ഉളുപ്പുമില്ല നമ്മളെ ഇപ്പോഴും അതിന്റെ തുകകൾ വാങ്ങുന്നുണ്ട് എന്നാണ് കാണുന്നത്. മാത്രമല്ല നമ്മൾ ബില്ലെടുത്ത് നോക്കിയാൽ കാണാം, ബില്ലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡെപ്പോസിറ്റ്, ഈ ഡെപ്പോസിറ്റ് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൊള്ളയടിക്കൽ നിർത്താതിരിക്കാൻ കഴിയില്ല. KSEB ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്നതുകൊണ്ട് അതിനെ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ മുണ്ട് മുറുക്കി ഉടുക്കണം, നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കണം, നമ്മൾ ചോറ് വാങ്ങിക്കുന്നത് ചോറിന്റെ അളവ് കുറയ്ക്കണം, അതിന് ആ പൈസ എടുത്ത് വൈദ്യുതിക്ക് KSEBക്ക് അടയ്ക്കണം. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ CPMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു CI2 സംഘടന അതെടുത്ത് തിന്ന് അർമാദിച്ച് കോടികൾ സമ്പാദിച്ച് കുടവണ്ടിയും വെച്ച് നടക്കണം, അതിന് നമ്മൾ നമ്മുടെ വയറ് മുറുക്കി ഉടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ കഴിയുമോ? എന്തായാലും KSEB വീണ്ടും കൃഷ്ണൻകുട്ടി മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് KSEBയുടെ ചാർജ്, അതായത് വൈദ്യുതി ചാർജ് കൂട്ടാതിരിക്കാൻ കഴിയില്ല, അത് ജനങ്ങളെ നോവിക്കാതെ ഞങ്ങൾ കൂട്ടും. അതാണ് മനസ്സിലാകാത്തത്. ജനങ്ങളെ നോവിക്കാതെ വൈദ്യുതി ചാർജ് കൂട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളെ നോവിക്കാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ നല്ല സംവിധാനമുണ്ട്. കാരണം അത് അനസ്തേഷ്യ കൊടുത്ത് കുറച്ച് നേരത്തേക്ക് മയക്കി കടത്തിയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്ര വലിയ ഓപ്പറേഷൻ വേണമെങ്കിലും നമ്മളെ നോവിക്കാതെ അവർക്ക് ചെയ്യാൻ കഴിയും. അത് തൽക്കാലത്തേക്കാണ്. പക്ഷേ ഈ കൃഷ്ണൻകുട്ടി എന്ത് തന്ത്രമാണ് കാണിക്കുന്നത്? നമ്മളെ ഉള്ള കാലം നമ്മളിൽ നിന്നും
ഇങ്ങനെ ചോര ഊറ്റിയെടുക്കാൻ പിന്നെ നമ്മുടെ നോവിക്കാതെ നമ്മുടെ ചോര ഊറ്റിയെടുക്കും. ഒരു കൊതു വന്ന് നമ്മുടെ ശരീരത്തിൽ കുത്തിയാൽ പോലും നമ്മൾക്ക് വേദനിക്കും, നമുക്ക് ചൊറിയും, നമ്മൾ പെട്ടെന്ന് കൊതുവിൽ കടിച്ചതായിട്ട് ബോധ്യം വരും. അങ്ങനെ ബോധ്യം വരാത്ത തരത്തിൽ കൃഷ്ണൻകുട്ടി മന്ത്രി നമ്മളിൽ നിന്നും കറണ്ട് ചാർജ് കൂട്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ എന്ത് തന്ത്രമാണ് കൃഷ്ണൻകുട്ടി മന്ത്രി ചെയ്യാൻ പോകുന്നത് അറിയില്ല. എന്തായാലും ഈ KSEBയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും പറയേണ്ടതാണ്, ഈ വൻ കൊള്ളയാണ് ഈ പറയുന്ന കുറുവാ സംഘമാണെന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി നമുക്ക് പുറത്ത് നിന്ന് വിലയ്ക്ക് വാങ്ങാൻ, കാരണം നമ്മൾ വൈദ്യുതി വിലയ്ക്ക് വാങ്ങിയേ പറ്റൂ. അപ്പോൾ വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് അതിനുള്ള ശേഷിയില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല കേരളം. അപ്പോൾ നമ്മൾ പുറത്ത് വാങ്ങും. അത് എല്ലാ സംസ്ഥാനങ്ങളും വാങ്ങുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4.29 രൂപയ്ക്ക് നമുക്ക് വൈദ്യുതി വാങ്ങാമായിരുന്നിടത്ത് അദാനിയിൽ നിന്നും, അദാനി എന്ന് പറഞ്ഞാൽ വലിയ പിന്നെ കോർപ്പറേറ്റ് ഭീമനാണ്, മോദിയെ ഇങ്ങനെ അല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. മോദി എന്നാൽ അദാനിയാണ്, അദാനി എന്നാൽ മോദിയാണ് എന്നൊക്കെ പറയുന്ന, പ്രസംഗിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, പാർലമെന്റിൽ ബഹളം കാണിക്കുന്ന ഈ CPM ഭരിക്കുന്ന കേരളത്തിലാണ് 4.29 രൂപയ്ക്ക് നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടേണ്ടിയിരുന്ന സ്ഥലത്ത് നമ്മൾ അദാനിയിൽ നിന്നും 7.5 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത്. അവിടെയും കൊള്ളയാണ് കൊള്ള. ഇനി കൊള്ളയെ കൂടെ നിന്ന് സഹായിക്കുന്ന മറ്റൊരു കൊള്ള സംഘമുണ്ട്. ഒരു കുറുവാ സംഘത്തിനെ സഹായിക്കാൻ അകത്ത് കയറുന്ന കുറുവാ സംഘമാണ് നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ പണവും മറ്റുമെല്ലാം കൊള്ളയടിക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് കുറുവാ സംഘം അതിനെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ട് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിന്റെ പുറത്ത് നിൽക്കും. ആ കുറുവാ സംഘമാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. ഒരു വെള്ളാന, മറ്റൊരു വെള്ളാന. അവർക്ക് കാറ്, ശമ്പളം, സിറ്റിംഗ് ഫീസ്, ഓഫീസ്, വേണ്ട സംവിധാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് KSEB വില കൂട്ടാൻ വേണ്ടി ചില ശുപാർശകൾ കൊടുക്കും. ആ ശുപാർശ കൊടുക്കുമ്പോൾ ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് വില കൂട്ടും. അതിനുവേണ്ടി വില കൂട്ടാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു പക്ക വെള്ളാന. അതാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വൈദ്യുതി ബില്ല് കൂട്ടുന്നതിന് മുമ്പായിട്ട് ഒരു റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഒരു ഹിയറിംഗ് വെച്ചു. അത് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഹിയറിംഗ് വെച്ചു. ആ ഹിയറിംഗിലെല്ലാം ആയിരക്കണക്കിന് പേരാണ് വന്നിട്ട് ഇത് കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പോഴും വൈദ്യുതി സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്, അത് ചെയ്യാതെ ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് റെഗുലേറ്ററി കമ്മീഷൻ അതിൽ അനുവാദം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ടാണ് മൊഴി കൊടുത്തത്. എന്നിട്ട് ഈ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ അവിടെ ഒരു 5-6 പേര് വന്നിരുന്നു, അവർക്ക് നേരെ ചൊവ്വേ അവർക്ക് പറയാൻ പോലും കഴിയില്ല എന്ന് കള്ളം പറയുകയാണ് ചെയ്തത് ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ AAP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ വലിയ ശക്തമായ ഒരു പാർട്ടി എന്നല്ല. പക്ഷേ അവര് കൃത്യമായിട്ട് അതിന്റെ കണക്ക് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്ര പേര് വന്നിരുന്നു, കൊച്ചിയിൽ എത്ര പേര് വന്നിരുന്നു, കോഴിക്കോട് എത്ര പേര് വന്നിരുന്നു, അവർ പറഞ്ഞ അഭിപ്രായങ്ങളുടെ ഭൂരിപക്ഷം എങ്ങനെയാണ്, എല്ലാം കൃത്യമായിട്ട് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനും വൈദ്യുതി ചാർജ് കൂട്ടാൻ പോകുന്നത്. നമ്മുടെ പിണറായി വിജയൻ ജനങ്ങളോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കും, കൂടെ നിൽക്കും, നമ്മുടെ പാവപ്പെട്ടവന്റെ മന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 5ാം തവണയാണ് വൈദ്യുതി ബില്ല് കൂട്ടുന്നത് എന്നതും നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതാണ്. 5ാം തവണ. അതായത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവര് 2017 30 പൈസ കൂട്ടുന്നു, 2018 46 പൈസ കൂട്ടുന്നു, 2022 46 പൈസ വീണ്ടും കൂട്ടുന്നു, 2023 26 പൈസ കൂട്ടുന്നു. ഇപ്പോൾ ഇതേപോലെ 36, 37 പൈസയോ 40 പൈസ കൂട്ടണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ വേനൽക്കാലം വരുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരും, അന്ന് വെള്ളം കുറവായിരിക്കും. അതുകൊണ്ട് അന്ന് അഡീഷണൽ ചാർജായിട്ട് 10-20 രൂപ പൈസ കൂട്ടി വാങ്ങിക്കാനുള്ള അനുവാദവും വേണമെന്ന്, കൊള്ളയടിക്കാൻ കൂടുതൽ അനുവാദം തരണമെന്ന് ഇപ്പോൾ KSEB ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ശക്തമായി ജനങ്ങൾ ഇവിടെ എതിർക്കേണ്ടതാണ്. എൻ്റെ ഓർമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വൈദ്യുതി ചാർജ് കൂട്ടുമ്പോൾ പണ്ട് KSEB ഓഫീസുകൾക്ക് മുമ്പിൽ ഗംഭീര സമരം നടത്തുന്നു CPM-കാർ ഇങ്ങനെ ചുവന്ന കൊടിയും പിടിച്ച് KSEBയുടെ മുമ്പിൽ ജനദ്രോഹ സർക്കാർ രാജിവെക്കുക, വൈദ്യുതി ചാർജ് ബില്ലുകൾ കൂട്ടിയ സർക്കാർ രാജിവെക്കുക, ഇത് കൊള്ളയടിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഖാക്കൾ ചുവന്ന കൊടിയും പിടിച്ച് KSEB ഓഫീസുകളുടെ മുന്നിലേക്ക് മാർച്ച് നടത്തുന്നതും സമരം നടത്തുന്നതും, അവിടെ KSEB ഓഫീസിന് മുന്നിലുള്ള ബോർഡുകളും മറ്റൊക്കെ എടുത്ത് എറിയുകയും ഉടയ്ക്കുകയും അവിടെ ഉള്ള ബൾബുകളും ഒക്കെ അടിച്ചു പൊട്ടിക്കുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഏകദേശം ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന
കമ്മ്യൂണിസ്റ്റുകാരോ DYFIക്കാരോ ഈ നാട്ടിലെ എന്തോ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന DYFI എന്ന് പറയുന്നവർക്ക് ഈ വൈദ്യുതി ചാർജ് കൂട്ടിയിട്ട് എന്ത് വേണം? കൂട്ടിക്കോട്ടെ. പിന്നെ യുവാക്കൾക്ക് തൊഴിലില്ലെങ്കിലും എന്ത് കുഴപ്പം? ആ തൊഴിലില്ലെങ്കിലും അവന്മാർ എവിടെയെങ്കിലും പോയി വല്ല കാനഡയിലോ മറ്റെവിടെയെങ്കിലും ജീവിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്ത് വേണം എന്ന തരത്തിലാണ് ഇപ്പോൾ DYFI നിൽക്കുന്നത്. എന്തായാലും വൈദ്യുതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം. വീണ്ടും നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടി KSEB വരുന്നു. ഇത് അനുവദിച്ചു കൊടുക്കണോ എന്നത് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്.